കണ്ണൂരിലെ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യ നമുക്ക് മറക്കാറായിട്ടില്ല. അതുണ്ടാക്കിയൊരു വിങ്ങലും വിറയലും കേരളത്തിന്റെ മനസ്സാക്ഷിയിൽ നിന്ന് അത് ഇതുവരെ വിട്ടുപോയിട്ടില്ല. ജില്ലയിലെ ഒരു വളരെ പ്രമുഖ CPM നേതാവാണ് പരസ്യമായി അധിക്ഷേപിച്ച് അപമാനിച്ച് നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരിയായതെങ്കിൽ ഇതാ തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് പഞ്ചായത്തില് അവിടുത്തെ ഒരു ജനപ്രതിനിധി കൂടിയായ പഞ്ചായത്ത് അംഗം കൂടിയായ ശ്രീജ എന്ന് പറയുന്ന സ്ത്രീ, അവരെ CPM നേതാക്കള്, അവിടുത്തെ പ്രാദേശിക ഘടകം അവരെ പരസ്യ വിചാരണ നടത്തി അവരെ അപമാനിച്ച് അധിക്ഷേപിച്ച് ആ സ്ത്രീയെ മരണത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ തന്നെയാണ് ഒരു യാത്രയയപ്പ് സമ്മേളനം, അതായത് നവീൻ ബാബുവിനെ പത്തനംതിട്ടയ്ക്ക് സ്ഥലം മാറ്റി അദ്ദേഹം പത്തനംതിട്ടയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കളക്ട്രേറ്റിൽ നടത്തിയ ഒരു യാത്രയയപ്പ് സമ്മേളനമാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് കാരണമായത്. വിളിക്കാതെ വന്ന ദിവ്യ അവിടെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിരുന്നിട്ട് കൂടി പ്രസംഗിച്ചത് നവീൻ ബാബുവിനെ അപമാനിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ അദ്ദേഹം പ്രസിഡന്റായിരിക്കുന്ന പഞ്ചായത്ത് സമിതിയുടെ ഒരു അംഗം, കോൺഗ്രസ് അംഗമാണ്, പ്രതിപക്ഷത്തിരിക്കുന്ന ആളാണ്, അവരെ അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തെരുവിലൊരു പരസ്യ യോഗം തന്നെ, പൊതുസമ്മേളനം തന്നെ വിളിച്ചുകൂട്ടിയിട്ട് അവരെ അപമാനിച്ചു. ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ മനം മടുത്ത് മനം നൊന്ത് ശ്രീജ ആത്മഹത്യയിൽ അഭയം തേടുകയാണ് ചെയ്തത്. കണ്ണൂരിലെ ഇഷ്ടക്കാർക്ക് പെട്രോൾ ബങ്ക് തുടങ്ങുന്നതിനായി NOC കൊടുക്കുന്നതിന് വൈകി എന്നതിന്റെ പേരിലായിരുന്നു നവീൻ ബാബുവിനെതിരെ PP ദിവ്യ അധിക്ഷേപ മഴ ചൊരിഞ്ഞത്. ഇവിടെ വളരെ വ്യക്തിപരമായ ഒരു കാരണത്തിന് പേരിൽ ശ്രീജ എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർക്ക് കോട്ടയ്ക്കകം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന അംഗമാണ് അവർക്കൊരു വ്യക്തിപരമായ കടമുണ്ടായിരുന്നു. ഒരു 20 ലക്ഷത്തോളം രൂപ അവർ പലർക്കായിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുക്കുന്നതിൽ അല്പം താമസം നേരിട്ടു, വീഴ്ച സംഭവിച്ചു. ശ്രീജയുടെ ഒരു സാധാരണ കുടുംബമാണ്, ഭർത്താവ് തൊഴിലാളിയാണ്, കെട്ടിടം പണിക്ക് പോകുന്ന ആളാണ്. ഒരു തൊഴിലാളി കുടുംബം, സാധാരണ കുടുംബം. സ്വാഭാവികമായിട്ടും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വാങ്ങിച്ചതാവണം ആ തുക. അത് കൊടുത്തു വീട്ടുന്നതിന് അല്പം കാലതാമസം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ 30-ാം തീയതിക്കകം സ്വത്ത് വിറ്റിട്ടാണെങ്കിലും കടം കൊടുക്കാനുള്ളവർക്കെല്ലാം പണം തിരികെ നൽകുമെന്ന് അവര് ഉറപ്പു നൽകിയിരുന്നതാണ്. അത് സ്വീകരിക്കാൻ കടം നൽകിയവർ തയ്യാറുമായിരുന്നു. പക്ഷെ അതിനു മുമ്പായിട്ട് വളരെ ആലോചിച്ച് ഒരു ഗൂഢാലോചന നടത്തിയതിന്റെ ഫലമായിട്ട് നോണം CPMന്റെ നേതൃത്വം ഇവർക്കെതിരായിട്ട് പരസ്യമായിട്ട് ആര്യനാട് ജംഗ്ഷനിൽ പൊതുയോഗം വിളിച്ചു കൂട്ടുകയും അവരെ അധിക്ഷേപിക്കുകയും അവരൊരു കൊള്ളസംഘത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളായി ചിത്രീകരിക്കുകയും ചെയ്തിട്ട് അവസാനം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ജീവിതത്തിൽ അവർ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. എത്ര ക്രൂരമായിട്ടാണ് ആര്യനാട്ടെ CPM നേതൃത്വം ശ്രീജയോട് പെരുമാറിയതെന്നുള്ളത് അമ്പരപ്പിക്കുന്ന ഒന്നാണ്. പറഞ്ഞല്ലോ, അവർ കടം കൊടുക്കാനുണ്ടായിരുന്നു, 20 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ശ്രീജയ്ക്കെതിരായിട്ട് നാട് നീളെ പോസ്റ്ററുകൾ ഒട്ടിച്ചു, ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തി. അതിലൊരു ഫ്ലെക്സ് ബോർഡിൽ പറഞ്ഞിരുന്നത് കോട്ടയ്ക്കകം വാർഡിലെ മെമ്പറെ കാണാനില്ല എന്നാണ്. അവരെവിടെയും പോയിരുന്നില്ല, അവരവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ കടക്കാരോടൊക്കെ സംസാരിച്ചിരുന്നു, വാങ്ങിയ പണം തിരികെ കൊടുക്കാം, 30-ാം തീയതിക്കകം കൊടുക്കാം എന്ന് സമ്മതിച്ചിരുന്നു. അവർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നപ്പോഴാണ് കോട്ടയ്ക്കകം വാർഡ് മെമ്പറെ കാണാനില്ല എന്ന് CPM നേതാക്കൾ ഫ്ലെക്സ് ബോർഡ് ആര്യനാട് ഉയർത്തിയത്. അതുപോലെ കോട്ടയ്ക്കകത്ത് കുർവാ സംഘം എന്ന് പറഞ്ഞ് മറ്റൊരു പോസ്റ്റർ ഇറക്കി. കുർവാ സംഘം എന്ന് പറഞ്ഞൊരു കൊള്ളസംഘത്തെ കുറിച്ചാണ്. ഇവരുടെ നേതൃത്വത്തിൽ ഒരു കൊള്ളസംഘം പ്രവർത്തിക്കുന്നു എന്ന മട്ടില്. അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്ന് വലിയ തോതിൽ പണം കടം വാങ്ങിയിട്ട് സാമ്പത്തിക വഞ്ചന നടത്തിയ ശ്രീജയെയും ഈ കുർവാ സംഘത്തെയും ശിക്ഷിക്കണം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണം, അവർക്കെതിരെ നടപടിയെടുക്കണം, ഈ തീവട്ടി കൊള്ളക്കാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം അവർ ആര്യനാട് ജംഗ്ഷനിൽ ഒരു വലിയ സമ്മേളനം വിളിച്ചുകൂട്ടി. അതിലിവരൊക്കെ പ്രസംഗിച്ചു. വിദുരായി ഏരിയ സെക്രട്ടറിയാണ് ആ യോഗം ഉദ്ഘാടനം ചെയ്തത്. അതായത് പാർട്ടിയുടെ പൂർണ്ണ അറിവോടെ, പിന്തുണയോടെ, ഒത്താശയോടെയാണ് ഈ വാർഡ് മെമ്പർക്കെതിരെ, ഒരു സാധാരണ സ്ത്രീയാണ്, നേരത്തെ പറഞ്ഞല്ലോ ഒരു തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്, അവർക്കെതിരായിട്ടുള്ള ഈ നടപടികൾ മുഴുവൻ പാർട്ടിയുടെ അറിവോടും ഒത്താശയോടും കൂടിയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഏരിയ സെക്രട്ടറി തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. ഒരു സ്ത്രീക്കെതിരായിട്ട്, ഒരു വ്യക്തിക്കെതിരായിട്ട് ആക്ഷേപം ചൊരിയുന്ന ഒരു യോഗത്തിന്റെ ഉദ്ഘാടനത്തിന് ഏരിയ സെക്രട്ടറി പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണ്? ഇവരുടെയൊക്കെ മനസ്സെന്താണ്? അത്ഭുതം തോന്നിപ്പോവുകയാണ്. ഇതെല്ലാം ശ്രീജ എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു.
തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഈ പൊതുയോഗം ആര്യാടി ജംഗ്ഷനിൽ നടക്കുന്നത്. അന്ന് രാത്രി മുഴുവൻ അവർ കരയുകയായിരുന്നു, ഉറങ്ങാനാവാതെ. അവർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇനി എങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങും, പ്രവർത്തകരുടെ മുമ്പില്, വാർഡിലെ ആളുകളുടെ മുമ്പില് ഇനി എങ്ങനെ നടക്കുമെന്ന് അവര് വല്ലാത്ത ഒരു തേക്കത്തിലായിരുന്നു. അപമാനം കൊണ്ട് അവരുടെ ശിരസ് കുനിഞ്ഞു. അവസാനം പോസ്റ്ററുകളോ അല്ലെങ്കിൽ പൊതുയോഗങ്ങളോ പരസ്യമായി അധിക്ഷേപിക്കലോ ഇല്ലാത്ത സ്ഥലത്തേക്ക് യാത്രയാകുവാനാണ് അവർ തീരുമാനിച്ചത്. ആസിഡ് കഴിച്ച് അവര് ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീജ ജയിച്ച കോട്ടയ്ക്കകം വാർഡ് CPM-ന്റെ ഒരു ഉരുക്കു കോട്ടയായിരുന്നു. അവിടെയാണ് അവർ വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ എതിർ സ്ഥാനാർത്ഥി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. 246-നെതിരെ 638 വോട്ടിനാണ് ശ്രീജ ഈ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവിനെ, വനിതാ നേതാവിനെ തോൽപ്പിച്ചത്. അത് ഇവർക്ക് സഹിക്കാവുന്നതിലധികമായിരുന്നു CPM-ന്. ഇതാ വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തെത്തി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിലും ശ്രീജ മത്സരിക്കുമെന്നുള്ള ഉറപ്പായിരുന്നു. മത്സരിച്ചാൽ അവർ ജയിക്കും എന്നും CPM-ന് അറിയാമായിരുന്നു. അത്രയ്ക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യായ ഒരു വ്യക്തിയായിരുന്നു ശ്രീജ. അതുകൊണ്ട് പാർട്ടി തീരുമാനിച്ചു, അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവരെ ഫിനിഷ് ചെയ്യണം, ഇവരെ തീർക്കണം എന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് അവർ കരുക്കൾ നീക്കി. ഈ പോസ്റ്ററുകളും ഫ്ലെക്സുകളും അതുപോലെ ഈ പൊതുയോഗവും എല്ലാം ഈ ഒരു വലിയ കോൺസ്പിറസിയുടെ, ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. അവസാനം അവരാഗ്രഹിച്ചു നേടി. ഈ ലോകം വിട്ട ശ്രീജ മറ്റൊരു ലോകത്തേക്ക് വിടവാങ്ങിപ്പോയി. പോലീസ് കേസെടുത്തെങ്കിലും ഈ മരണത്തിന് കാരണക്കാരായവരുടെ പേരുകൾ FIR-ൽ ചേർക്കാൻ പോലീസ് മടിച്ചു. അതുമാത്രമല്ല, നേരത്തെ ഇവര് പോലീസിനെ സമീപിച്ചിരുന്നതാ. ഈ മെമ്പറുടെ ബന്ധുക്കള് അവർക്കെതിരായിട്ട് നടക്കുന്ന ഈ ആക്ഷേപ പ്രചാരണത്തിന്റെ പേരിൽ പോലീസിനെ സമീപിച്ച് പരാതി കൊടുത്തിരുന്നതാ. പക്ഷെ നടപടികളൊന്നും എടുത്തില്ല. ഒരു കേസ് ചാർജ് ചെയ്യാൻ പോലും അല്ലെങ്കിൽ പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. അവസാനം ഇവരുടെ ആത്മഹത്യ സംഭവിച്ചതിന് ശേഷം ഒരു കേസെടുത്തു. പക്ഷെങ്കിൽ FIR-ൽ അതുമായി ബന്ധപ്പെട്ടവരുടെ പേര് ചേർക്കാൻ പോലീസ് വിസമ്മതിച്ചു. ഒടുവിൽ ഇൻക്വസ്റ്റ് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കോൺഗ്രസുകാർ പ്രതിഷേധിച്ചപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ പേര് FIR-ൽ ചേർത്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ, അതുപോലെ ഒരു മുൻ പഞ്ചായത്ത് അംഗം മഹേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അതുപോലെ കുടുംബശ്രീയുടെ CDS-ന്റെ അധ്യക്ഷ ഒരു സ്ത്രീ, അവരും ഈ കേസിൽ പ്രതിയാണ്, അല്ലെങ്കിൽ FIR-ൽ അവരുടെ പേരുമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. സഹപ്രവർത്തകയായ ഒരു സ്ത്രീക്കെതിരായിട്ടുള്ള അധിക്ഷേപ പ്രചാരണത്തിന് വേണ്ടി അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക. അക്കൂട്ടത്തിൽ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. കുടുംബശ്രീ മറ്റു പല കാര്യങ്ങൾക്കും പ്രസിദ്ധമാണ്. അവരുടെ പ്രവർത്തനം സമൂഹത്തിന്റെ അംഗീകാരവും ആദരവും പിടിച്ചുപറ്റിയിട്ടുള്ളതാണ്. പക്ഷേ ഒരു സഹപ്രവർത്തകയെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള പ്രവർത്തികൾക്ക് ഈ കുടുംബശ്രീക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി തയ്യാറാകുമെന്ന് ആരും കരുതിയില്ല. ശ്രീജ എന്ന് പറയുന്ന ജനപ്രതിനിധിയെ ഇല്ലായ്മ ചെയ്യാൻ അവരുടെ വ്യക്തിപരമായ ഒരു പ്രശ്നം, അവർക്കുണ്ടായിരുന്ന കടം, സാമ്പത്തിക കടം, അതാണ് CPM-കാര് കരുവാക്കിയതെന്ന് ആലോചിക്കണം. അല്ലാതെ അവർക്കെതിരായിട്ട് മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ പരാതികളോ ഉണ്ടായിരുന്നില്ല. കുറച്ച് പണം കടം കൊടുക്കാനുണ്ടായിരുന്നു. അത് മാത്രമായിരുന്നു അവർ ചെയ്ത ഒരു തെറ്റ്. അതുപയോഗിച്ചാണ് അവരുടെ ജീവിതം തന്നെ CPM-കാര് ഇല്ലാതാക്കിയത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കുരിശുദ്ധം തന്നെ നയിച്ചത് ആ പാർട്ടിയും ആ പാർട്ടിയുടെ യുവജന വിഭാഗവുമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു സാധാരണ സ്ത്രീയുടെ കാര്യം വന്നപ്പോൾ അങ്ങേറ്റത്തെ സ്ത്രീ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറുകയാണ് ചെയ്തത്. പറഞ്ഞല്ലോ, അവരുടെ 20 ലക്ഷം രൂപയുടെ കടം, അതാണ് CPM-കാര് ഒരു പ്രശ്നമാക്കിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം അല്ലെങ്കിൽ നിക്ഷേപമായി ലഭിച്ച കോടിക്കണക്കിന് രൂപ പല പല സഹകരണ ബാങ്കുകളിൽ നിന്ന് കൊള്ളയടിച്ച പാർട്ടി, അതിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പാർട്ടിയാണ് CPM. നമുക്ക് കരുവന്നൂർ ബാങ്ക് തൃശ്ശൂർ ജില്ലയില്, അവിടുത്തെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ആരൊക്കെയാ? CPM-ന്റെ 3 പ്രമുഖ നേതാക്കളും CPM എന്ന് പറയുന്ന പാർട്ടിയുമാണ്. ഒന്ന് MM വർഗീസ്, മുൻ ജില്ലാ സെക്രട്ടറി. മറ്റൊന്ന് മുൻ മന്ത്രി കൂടിയായ AC മൊയ്തീൻ. മൂന്നാമത്തേത് നിലവിലുള്ള ലോക്സഭാംഗം K രാധാകൃഷ്ണൻ. ഇവർ 3 പേരും നേരത്തെ ജില്ലയിലെ CPM-ന്റെ സെക്രട്ടറിമാരായിരുന്നു, ജില്ലാ സെക്രട്ടറിമാരായിരുന്നു. ഇവർ 3 പേര് പ്രതികളാ. അത് മാത്രമല്ല, പാർട്ടിയെ കൂടെ പ്രതിയാക്കിയിരിക്കുന്നു ഈ കേസില്. 180 കോടി രൂപയുടെ തട്ടിപ്പ് ഇവര് നടത്തിയതായിട്ടാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. പാവപ്പെട്ടവരുടെ നിക്ഷേപമാണ്, തൊഴിലാളികളുടെ, കർഷക തൊഴിലാളികളുടെ, കർഷകരുടെ, സ്ത്രീകളുടെ,
അവരുടെ ചെറിയ ചെറിയ വരുമാനത്തിൽ നിന്ന് സ്വരുക്കൂട്ടി വെച്ച പണം അതാണ് ഈ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചത്. അതാണ് ഇവർ കൊള്ളയടിച്ചത്. അങ്ങനെ വൻ കൊള്ള നടത്തിയ പാർട്ടിയുടെ നേതാക്കളാണ്, അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളാണ്, ആര്യനാട്ടെ നേതാക്കളാണ് ഒരു സാധാരണ സ്ത്രീയുടെ 20 ലക്ഷം രൂപയുടെ കടത്തിന്റെ പേരിൽ അവരെ പ്രതിക്കൂട്ടിൽ നിർത്തിയത്. അതുതന്നെ നേമത്തെ സഹകരണ ബാങ്കിന്റെ കഥ, അത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉള്ളതാണ്. അവിടെ CPM ഭരിക്കുന്ന കാലത്ത് 96.91 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ജില്ലയിലെ തന്നെ കണ്ട്ല ബാങ്ക്, അതും ഇടതുപക്ഷം ഭരിച്ചിരുന്ന ബാങ്കാണ്. അവിടെ എത്ര രൂപയുടെ തട്ടിപ്പാണ് നടന്നത്? 57 കോടി രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പുമാണ് കണ്ട്ല ബാങ്കിൽ നടന്നത്. അങ്ങനെ ഇതുപോലെയുള്ള വലിയ സംഖ്യകൾ വെട്ടിച്ചെടുത്ത പാർട്ടിയുടെ നേതാക്കള്, പ്രാദേശിക നേതാക്കള് ഒരു പാവപ്പെട്ട സ്ത്രീയെ 20 ലക്ഷം രൂപയുടെ കടത്തിന്റെ പേരില് കൊലപ്പെടുത്തി കളഞ്ഞു, അപമാനിച്ചു, കൊന്നുകളഞ്ഞു എന്നാണ് പറയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയെക്കുറിച്ച് നമ്മളിവിടെ പരാമർശിച്ചല്ലോ. അയാൾക്കെതിരെ FIR ഉണ്ടായിരുന്നില്ല, കൃത്യമായിട്ടൊരു പരാതി അയാൾക്കെതിരെ ഉണ്ടായിരുന്നില്ല. എന്റെ പക്കൽ തെളിവുകളില്ല എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ചില വെളിപ്പെടുത്തല്, അതുപോലെ തന്നെ മാങ്കൂട്ടത്തിലും മറ്റൊരു സ്ത്രീയുമായി നടന്നു എന്ന് പറയുന്ന ഒരു ടെലിഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ, ഈ 2-3 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണം സമൂഹത്തിൽ ഉണ്ടായത്. അയാൾ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, അയാൾ തെറ്റു ചെയ്തിട്ടില്ല എന്നും പറയുന്നില്ല. പക്ഷേ അതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടായപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാനും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും പാർട്ടി തീരുമാനിച്ചു. ഇതുപോലൊരു സംഭവമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു സ്ത്രീക്കെതിരായിട്ട്, ഒരു സ്ത്രീയുടെ മരണത്തിന് CPMന്റെ പ്രവർത്തനങ്ങൾ കാരണമായത് സംബന്ധിച്ച ഒരു ആക്ഷേപം. ഇക്കാര്യത്തിൽ CPM എന്ത് നിലപാടായിരിക്കും എടുക്കുക? എന്തെങ്കിലും നിലപാടെടുക്കുമോ? ഇതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ? അവരുടെ പഴയകാല ചരിത്രം നോക്കുമ്പം അതിന് സാധ്യതയില്ല. കരുവന്നൂരിലൊക്കെ ഈ കൊള്ളയടിക്ക് നേതൃത്വം കൊടുത്തവരെ പാർട്ടി സംരക്ഷിക്കുക. നവീൻ ബാബുവിന്റെ മരണത്തിന്റെ കാരണക്കാരിയായി PP ദിവ്യയ്ക്ക് രക്ഷാകവചമൊരുക്കുകയാണ് CPM ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ലൈംഗിക ആരോപണത്തിന് വിധേയരായ മുകേഷ് അടക്കമുള്ള ആളുകളെ അയാൾക്കെതിരായിട്ട് പരാതിയുള്ളതാ, കേസുള്ളതാ, എന്നിട്ട് പോലും സംരക്ഷിക്കുക ചെയ്തത്. ഇതേപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട് എത്രയോ നേതാക്കള് ഏതാണ്ട് ഇത് തന്നെയായിരിക്കും ഈ ആര്യനാട്ടെ കാര്യത്തിൽ സംഭവിക്കാത്ത കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുമാത്രമല്ല, ഈ കേസിലെ FIR-ൽ ഉൾപ്പെട്ടിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അയാളിപ്പോ ഒരു പരാതി കൊടുത്തിരിക്കുക പോലീസിന്. ശ്രീജയുടെ മരണത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തണമെന്ന്. യഥാർത്ഥ കാരണക്കാരൻ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നു. ശ്രീജയുടെ മരണത്തിന്റെ പിന്നിലെ യാഥാർത്ഥ്യം കണ്ടെത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്തൊരു തൊലിക്കെട്ടിയാണ്, എന്തൊരു മനസ്സാക്ഷിയില്ലായ്മയാണ്, എന്തൊരു കാരുണ്യമില്ലായ്മയാണ്. CPM പോലൊരു പാർട്ടി മാർക്സിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാ, തൊഴിലാളി വർഗ പാർട്ടിയാ. സ്ത്രീപക്ഷം എപ്പോഴും പറയും ആ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ അതോ ആളുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു സംഘമായിട്ട് മാറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ കാണുമ്പോൾ.